ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ കിച്ചണിൻ്റെ ഏരിയയിൽ നമുക്ക് വേണ്ട സ്വിച്ച് ബോർഡുകൾ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, അതുമാത്രമല്ല നമുക്ക് സ്വിച്ച് ബോർഡുകൾ എങ്ങനെ കൊടുക്കുന്ന സമയത്ത് ടൈൽ കട്ടിങ് കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന പ്ലേറ്റ് മോഡുലാർ ടൈപ്പ് പ്ലേറ്റുകളാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ മോഡുലാർ ടൈപ്പ് പ്ലേറ്റുകൾ വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നിങ്ങൾ കണ്ടോ, അകത്ത് വെച്ചിരിക്കുന്ന ബോക്സ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. അതേ ലെവലിൽ വേണം നമ്മൾ ഈ ടൈൽ കാര്യങ്ങൾ കട്ട് ചെയ്യാനായിട്ട്. അതല്ല ജസ്റ്റ് അകത്തേക്ക് പുറത്തേക്ക് കയറി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ വെക്കുന്ന ഷീറ്റ് ഇപ്പോൾ വരുന്ന ഷീറ്റുകളാണെങ്കിൽ കറക്റ്റ് ലെങ്ത്തും അതായത് കറക്റ്റ് ആ ബോക്സിൻ്റെ ലെവലിൽ മാത്രമാണ് വരുന്നത്. കൂടി വന്നാൽ 2 മാത്രം 1-2 മാത്രമാണ് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരുന്നുള്ളൂ. പണ്ടത്തെ ഹൈലം ഷീറ്റ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടാവുമായിരുന്നു. അപ്പോൾ കറക്റ്റ് ലെവലിലല്ല നമ്മൾ കട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ പറയുന്ന ബോക്സ് കേട്ടോ കറക്റ്റ് ലെവലിൽ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് കറക്റ്റ് ബോക്സ് നമുക്ക് അടച്ച് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടൈല് കാര്യങ്ങൾ കറക്റ്റ് പുറത്തേക്ക് ബൾജ് ചെയ്ത് നിന്നാൽ നമ്മളിപ്പോൾ ഈ വെച്ചിരിക്കുന്ന ആ ഷീറ്റ് നമ്മൾ ടൈറ്റ് ചെയ്യുമ്പോൾ ഷീറ്റ് ടൈലിൻ്റെ അകത്തേക്ക് കയറിപ്പോകും. അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പാനൽ കാര്യങ്ങളൊന്നും ഇടാൻ സാധിക്കില്ല. പിന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാര്യങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് ആ ബോക്സ് അഴിച്ചെടുക്കാനും പ്രയാസമായിരിക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, നമുക്ക് കറക്റ്റായിട്ട് വേണം അതിൻ്റെ അകത്ത് വരുന്ന ആ ബോക്സ് മെറ്റൽ ഷീറ്റാണെന്ന് സ്റ്റെയിൻലെസ് സ്റ്റീലോ എന്ത് ബോക്സാണോ കൊടുത്തിരിക്കുന്നത് അതേ കറക്റ്റ് ലെവലിലായിരിക്കണം ടൈല് കാര്യങ്ങൾ കട്ട് ചെയ്തിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് ഫിനിഷിംഗ് സ്റ്റേജ് എത്തുന്ന സമയത്ത് നമുക്ക് ഈ സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ പിടിപ്പിക്കാൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. പിന്നെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന മെയിനായിട്ട് നമുക്ക് വേണ്ടത് കിച്ചണിൻ്റെ ഏരിയയിലാണെങ്കിൽ ഒരു മിനിമം ഒരു 3 പവർ പ്ലഗ് എങ്കിലും വേണം. പിന്നെ ഒരു മോട്ടറിൻ്റെ സ്വിച്ച് വേണം. മോട്ടർ സ്വിച്ച് നമ്മുടെ സിങ്കിൻ്റെ തൊട്ടടുത്താണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും നല്ലത് അത് തന്നെയാണ്. പിന്നെ പവർ പ്ലഗ് എന്ന് ഉദ്ദേശിച്ചാൽ ഇൻഡക്ഷൻ കുക്കർ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇൻഡക്ഷൻ കുക്കറിന് വേണ്ടി സെപ്പറേറ്റ് ഒരു ലൈൻ, പവർ പ്ലഗിന് വേണ്ടിയിട്ട് നേരെ DBയിൽ നിന്നൊരു സെപ്പറേറ്റ് ലൈൻ വരും, മോട്ടറിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ലൈൻ വരും. ഇതാണ് പിന്നെ അടുത്ത സെക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത വർക്ക് ഏരിയ വരുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് സാധാരണ രീതിയിൽ ഒരു പവർ പ്ലഗ് വളരെ അത്യാവശ്യമാണ്. അവിടെ നമുക്ക് ഇത് പറഞ്ഞ പോലെ മിക്സിയോ ഇൻഡക്ഷൻ കുക്കറോ എന്തെങ്കിലും ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പവർ പ്ലഗിൻ്റെ അത്യാവശ്യം വളരെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നമുക്ക് വീട്ടിലെ ഏറ്റവും കൂടുതൽ പവർ പ്ലഗിൻ്റെ ആവശ്യം വരുന്നത് കിച്ചണിൻ്റെ ഏരിയയിലാണ് കൂടുതൽ വരുന്നത്. പിന്നെ ബാത്റൂമിലൊക്കെ ആണെങ്കിൽ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലാണെങ്കിൽ ഹീറ്ററിന് വേണ്ടിയിട്ടാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നമ്മൾ ഇതുപോലെ സ്വിച്ച് ബോർഡ് കട്ട് ചെയ്യുന്ന സമയത്തുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഷീറ്റ് കാര്യങ്ങൾ അതിൻ്റെ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ വൃത്തികേടായിരിക്കും കാണാനായിട്ട്. ടൈല് കാര്യങ്ങളൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഷീറ്റ് അതിൻ്റെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ കറക്റ്റായിട്ട് അതിൻ്റെ ലോക്ക് കാര്യങ്ങളൊന്നും കറക്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പിന്നീട് നമുക്കൊന്നും ചെയ്യാനും പറ്റാത്ത ഒരവസ്ഥയായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ് നമ്മൾ കിച്ചണിൻ്റെ ഏരിയയിലാണെങ്കിലും ബാത്റൂമിൻ്റെ ഏരിയയിലും ടാപ്പ് കാര്യങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് അതായത് ടാപ്പിൻ്റെ കറക്റ്റ് ആ ടാപ്പ് വെക്കുന്ന ഏരിയയിൽ മാത്രമേ ഒരു ഓവറായിട്ട് കട്ട് ചെയ്യരുത്, അല്ലെങ്കിൽ എൻ്റെ CP കപ്പ് ഒന്ന് മൂടി പോകുന്നൊരവസ്ഥ വരും. ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്യുന്നത് ഏറ്റവും അവസാനം ഫിനിഷിങ് ചെയ്തതിന് ശേഷമായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതായത് നമ്മൾ വീട് വെച്ച് പാല് കാച്ചലിനും പിറ്റേ ദിവസം അല്ലെങ്കിൽ പാല് കാച്ചലിനും പിറ്റേ ദിവസം അതല്ലെങ്കിൽ പാല് കാച്ചലിനും മുന്നേ ഒക്കെ ആയിരിക്കും നമുക്കിത് ഫീൽ ചെയ്യുക. ഈ ഗ്യാപ്പുകളൊക്കെ വളരെ വൃത്തികേടായിട്ട് കിടപ്പുണ്ടാവും. അതായത് ഷീറ്റ് കാര്യങ്ങൾ കറക്റ്റായിട്ട് അടഞ്ഞിട്ടുണ്ടാവില്ല, അതുപോലെ CP കപ്പ് കറക്റ്റായിട്ട് അടഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല, പിന്നീട് പൊട്ടിയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് കടക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ആദ്യമേ തന്നെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ നീറ്റായിട്ടുള്ള ബാത്റൂമിൻ്റെ ഏരിയയും അതുപോലെ തന്നെ കിച്ചണിൻ്റെ ഏരിയ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.